നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കട്ടപ്പന കല്യാണത്തണ്ടിലെ കയ്യേറ്റം ഒഴിപ്പിച്ചതിന്റെ പേരിൽ അവിടുത്തെ താമസക്കാർ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന യാതൊരു നടപടിയും LDF സർക്കാർ ചെയ്യില്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ 28-ന് തിരുവനന്തപുരത്ത് യോഗം ചേരാൻ തീരുമാനിച്ചതെന്നും റോഷി അഗസ്റ്റിൻ. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ ഇരയുടെ കുടുംബത്തിന് സർക്കാർ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയതായി ഡീൻ കുര്യാക്കോസ് MP. മൂലമറ്റത്ത് ചേലാകർമ്മത്തെ തുടർന്ന് രക്തം വാർന്ന നവജാത ശിശു മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കാഞ്ഞാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പേരാമംഗലം സ്വദേശി ഇബ്രാഹിം, സഹായി റിഷാദ് എന്നിവരെ. മരിച്ചത് കാഞ്ഞാറിലെ ഒരു കുടുംബത്തിലെ 67 ദിവസം പ്രായമുള്ള ഇരട്ടക്കുട്ടികളിൽ ഒരാൾ. 1991 നിർമ്മിച്ച കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കെട്ടിടം പുതുക്കി നിർമ്മിക്കാൻ നടപടിയില്ല. പഞ്ചായത്ത് നിലവിൽ പ്രവർത്തിക്കുന്നത് 3 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള കെട്ടിടത്തിൽ. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു സ്ഥലത്ത് ഓഫീസ് അടക്കമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ നിരവധി തവണ നബാർഡിനെ സമീപിച്ചിട്ടും നടപടിയില്ല. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പന കല്യാണത്തണ്ടിലെ കയ്യേറ്റം ഒഴിപ്പിച്ചതിന്റെ പേരിൽ അവിടുത്തെ താമസക്കാർ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതായി അറിഞ്ഞയുടൻ അവിടം സന്ദർശിച്ച സാഹചര്യം വിലയിരുത്തി. പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന യാതൊരു നടപടിയും LDF സർക്കാർ ചെയ്യില്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ 28-ന് തിരുവനന്തപുരത്ത് യോഗം ചേരാൻ തീരുമാനിച്ചത്. ജില്ലയിൽ നിലവിലുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ്. മറ്റു പ്രചരണങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു. അവിടെ താമസിക്കുന്ന കർഷകരെ സംബന്ധിച്ചോ അവിടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചോ ഒരാശങ്കയ്ക്ക് ഇവിടെ നൽകുന്ന സാഹചര്യം വരുന്നില്ല. അവിടെ എന്താണ് ഇങ്ങനെ സർവേ ഒരു ബോർഡ് കൊണ്ട് സ്ഥാപിച്ചത് അറിഞ്ഞ അപ്പോൾ തന്നെ ഞങ്ങളവിടെ ചെല്ലുകയുണ്ടായി, കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഗൗരവപൂർവമായ സമീപനം തന്നെ സ്വീകരിക്കും. ആ കുടുംബങ്ങളുടെ പശ്ചാത്തലവും അവരുടെ രീതിയും അവരുടെ നിലനിൽപ്പും ബാധിക്കുന്ന ഒരു സാഹചര്യം അവിടെ രൂപപ്പെടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് റവന്യൂ മന്ത്രിയുടെ സാഹചര്യത്തിൽ തന്നെ ഇത്തരം വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. അവിടെ ഇത്തരം കാര്യങ്ങൾ ആ കുടുംബങ്ങളായിട്ട് ആലോചിക്കാം, അവിടെ ആ രേഖകൾ പരിശോധിക്കാം. അവരുടെ കൈവശമുള്ള അവിടെ താമസക്കാരായ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതാകുന്ന ഒരു കാര്യവും ഈ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യമില്ല. കൂടുതൽ ആൾക്കാർക്ക് പട്ടയം കൊടുക്കാൻ 10,000-ഓളം പട്ടയങ്ങൾ ഈ വരുന്ന 3-4 മാസത്തിനകം കൊടുക്കാൻ തയ്യാറാക്കുന്ന വിവിധ തലത്തിലുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നൊരു ഘട്ടമാണ്. അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയും കഴിയുന്നത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊരു പ്രസക്തിയില്ല. അവിടുത്തെ വിഷയം ഗൗരവപൂർവ്വം കാണും. അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും രൂപപ്പെടുന്നതിനുള്ള ഒരു അന്തരീക്ഷവും ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ ഇരയുടെ കുടുംബത്തിന് സർക്കാർ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയതായി ഡീൻ കുര്യാക്കോസ് MP. കേസിലെ പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട പോക്സോ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ കേസന്വേഷണത്തിലെ വീഴ്ചകളും കേസിന്റെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷനുണ്ടായ പാളിച്ചകളും ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു. കുടുംബത്തിന് മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലായില്ലെന്ന് സൂചിപ്പിച്ചും കുട്ടിയുടെ പിതാവിന്റെ ആവശ്യങ്ങളും നിരത്തിയാണ് MP കത്ത് നൽകിയിരിക്കുന്നത്. പോക്സോ കോടതി വിധി റദ്ദാക്കി പ്രതിയെ അറസ്റ്റ് ചെയ്ത ശേഷം പുനരന്വേഷണവും പുനർവിചാരണയും നടത്തുക, കേസിലെ പ്രതി പട്ടികജാതി വിഭാഗത്തിൽ വരുന്നയാളല്ല എന്ന സത്യം മനസ്സിലാക്കി അന്വേഷണം DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് കൈമാറുക, കുടുംബത്തിന് വിശ്വാസമുള്ള അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുക, കേസിന്റെ അന്വേഷണത്തിൽ നിയമവിരുദ്ധമായി ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുകയും ഇയാളുടെ സ്ഥാനക്കയറ്റം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടയുകയും ചെയ്യുക എന്നീ ആവശ്യങ്ങളാണ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. നമ്മളെല്ലാം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 6 വയസ്സുകാരിയായിട്ടുള്ള കൊച്ചുകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസ്, ആ കേസിൽ പ്രതിയെ രക്ഷപ്പെടുത്തുന്ന തരത്തിൽ പ്രോസിക്യൂഷൻ നടപടികൾ മുൻപോട്ട് പോവുകയും അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തത് നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. പോക്സോ കോടതിയിൽ നിന്നും പ്രതി കുറ്റവിമുക്തനാക്കപ്പെടുന്ന തരത്തിലേക്ക് അന്വേഷണം അട്ടിമറിക്കപ്പെടുകയായി. ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ പോലും സ്റ്റാൻഡ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നയാളെ സ്ഥലം മാറ്റി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക ഉൾപ്പെടെ ഉണ്ടായി. പക്ഷേ ആ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല. അപ്പീൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വെച്ചാൽ ആ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുകയോ അത് സംബന്ധിച്ച് ഈ കേസ് ഇനിയും തെളിവുകൾ ശേഖരിക്കുന്നതിന് ആധാരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ഏറെ ഖേദകരമാണ്.
ഇപ്പോൾ 6 മാസം കഴിഞ്ഞിരിക്കുകയാണ്. 2023 ഡിസംബർ മാസത്തിലാണ് ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കുമെന്നും ആ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുമെന്നും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അതിന് പരിഹാരമായിട്ടില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ കേസിൽ ആ കുട്ടിക്ക് ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുനരന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കുടുംബത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കുന്നത് വരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് അനുഭാവപൂർണ്ണം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ തന്നെ ഉറപ്പാണ്. പക്ഷേ 6 മാസമായിട്ട് പാലിക്കപ്പെട്ടിട്ടില്ല. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിച്ച മുൻ സംഭവങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ വാളയാർ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിച്ചതാണ്. ഇവിടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കാവുന്നതാണ്, സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഞാൻ ഈ കാര്യത്തിൽ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പ്രതിക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. 2021 ജൂൺ 30-നാണ് ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊട്ടടുത്ത ദിവസം പ്രതിയെ പോലീസ് പിടികൂടുകയും 3 മാസത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ വിചാരണയ്ക്കൊടുവിൽ കഴിഞ്ഞ ഡിസംബർ 14 പ്രതി അർജുനെ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിടുകയായിരുന്നു. മൂലമറ്റത്ത് ചേലാകർമ്മത്തെ തുടർന്ന് രക്തം വാർന്ന നവജാത ശിശു മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പേരാമംഗലം സ്വദേശി ഇബ്രാഹിം, സഹായി റിഷാദ് എന്നിവരെയാണ് കാഞ്ഞാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞാറിലെ ഒരു കുടുംബത്തിലെ 67 ദിവസം പ്രായമുള്ള ഇരട്ട കുട്ടികളിൽ ഒരാളാണ് മരിച്ചത്. ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 2024 ജനുവരി 2-നാണ് സംഭവം നടന്നത്. ചർമ്മം നീക്കിയതിനെ തുടർന്ന് ശക്തമായ രക്തസ്രാവമുണ്ടായി. കുഞ്ഞിനെ അടിവാടിയിലെ ഒരു ആശുപത്രിയിലും പിന്നീട് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു. ചികിത്സയിൽ കഴിയവേ കുഞ്ഞിന് ശ്വാസതടസ്സമുണ്ടായി. തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 4-ന് വൈകിട്ട് 7-ഓടെ കുഞ്ഞ് മരിച്ചു. ചില സമ്മർദ്ദങ്ങളുടെ പേരിൽ ആദ്യം കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. പിന്നീട് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തി. ആശുപത്രി അധികൃതരും സംഭവം മൂടിവെക്കാൻ ശ്രമിച്ചതായി ആക്ഷേപമുണ്ട്. സംഭവം കൂടുതൽ ചർച്ചയായതോടെയാണ് പോലീസ് നടപടിയിലേക്ക് നീങ്ങിയതെന്നാണ് സൂചന. ഈ സംഭവം പുറത്തറിഞ്ഞതോടെ ആൺകുട്ടികളുടെ സുന്നത്ത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരുന്നു. എന്നാൽ തെളിവുകൾ ഇല്ലെന്ന കാരണം പറഞ്ഞ് ഹൈക്കോടതി ഹർജി തള്ളി. 1991 നിർമ്മിച്ച കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കെട്ടിടം പുതുക്കി നിർമ്മിക്കാൻ നടപടിയില്ല. 3 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള കെട്ടിടത്തിലാണ് പഞ്ചായത്ത് നിലവിൽ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു സ്ഥലത്ത് ഓഫീസ് അടക്കമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ നിരവധി തവണ നബാർഡിനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. 1991 കാഞ്ചിയാർ ലബ്ബക്കടയിൽ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ചെറിയ കെട്ടിടത്തിൽ ആരംഭിച്ചുവെങ്കിലും പിന്നീടുള്ള കാലഘട്ടത്തിൽ ആവശ്യാനുസരണം കെട്ടിടത്തിന്റെ വലുപ്പം കൂട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം സ്മാർട്ടാകുമ്പോൾ കാഞ്ചിയാർ പഞ്ചായത്തിന് മാത്രം അവഗണനയാണ് ഉണ്ടാകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും അടക്കമുള്ള റൂമുകൾ പോലും ഇടുങ്ങിയതാണ്. അതോടൊപ്പം ഓഫീസിനുള്ളിലും സൗകര്യങ്ങൾ ഏറെക്കുറവ്. പൊതുജനങ്ങൾക്കും ഓഫീസിലുള്ളവർക്കും ഒരു ശൗചാലയം മാത്രമാണ് ഈ കാര്യാലയത്തിലുള്ളതും. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസ് പുനർനിർമ്മിക്കാൻ നടപടി വേണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. ലബ്ബക്കട സിറ്റിക്ക് സമീപം തന്നെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 50 സെന്റോളം ഭൂമിയിൽ പഞ്ചായത്ത് ഓഫീസോട് കൂടിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 9 കോടി രൂപയുടെ പദ്ധതിക്കായി നബാർഡിൽ അപേക്ഷ വച്ചിരുന്നു. എന്നാൽ നടപടിയുണ്ടായില്ല. ഇതേ തുടർന്ന് പ്ലാനിനോടുകൂടി നിലവിലെ ഭരണസമിതി നബാർഡിന് അപേക്ഷ വച്ചിട്ടുണ്ട്. പക്ഷേ ഫണ്ടില്ലെന്ന മറുപടി മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ പറയുന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് ഈ പിൻഭാഗത്ത് കാണുന്ന ഏകദേശം 50 സെൻറ്റോളം സ്ഥലം. നമുക്ക് ഓഫീസ് കെട്ടിടം പണിയുന്നതിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ്. നിരവധി തവണ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പ്രസിഡൻറ്റും എല്ലാം വളരെ ഒരു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുകയും അതിന് അനുമതി കിട്ടാതിരിക്കുകയാണ്. നിരവധി തവണ ഈ ഭരണസമിതി വന്നതിന് ശേഷവും തിരുവനന്തപുരത്ത് പോയി ഞങ്ങൾ നബാർഡുമായി ബന്ധപ്പെടുകയും അതിൻ്റെ കോപ്പി കൊടുക്കുകയും അവർ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നാളിതുവരെ ഇങ്ങനൊരു നടപടി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓഫീസ് കെട്ടിടത്തിലാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. നിരവധി ഉദ്യോഗസ്ഥരും അതുപോലെ MGNRESന്റെ ഉദ്യോഗസ്ഥരും എല്ലാം ഇരിക്കുന്ന മെമ്പർമാരും ഒക്കെ ഇരിക്കുന്ന സ്ഥലം വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഉള്ള സ്ഥലത്താണ് ഇവിടെ ഓഫീസ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ ഗവൺമെൻറ് നബാർഡ് വഴി ഒരു ലോൺ അനുവദിച്ച് തന്നാൽ തീർച്ചയായും നമുക്ക് നല്ലൊരു ഓഫീസ് കെട്ടിടവും അതുപോലെ തന്നെ ഒരു
ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ പണിത് നമ്മുടെ ലബ്ബക്കടയുടെ തന്നെ മുഖച്ഛായ മാറുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനുവേണ്ട നടപടികൾ നിരവധി തവണ നമ്മൾ സർക്കാരിനെ സമീപിച്ചെങ്കിലും ഇതിന് അനുമതി കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് അധികാരികളോട് പറയാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ കെട്ടിടം പണിയാൻ 25 കോടിയോളം രൂപ ചിലവ് വരും. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ച് പഞ്ചായത്തിന്റെ ഓഫീസിനൊപ്പം മറ്റ് സർക്കാർ ഓഫീസുകളും അനുബന്ധ സ്ഥാപനങ്ങളും കൂടി വരുമ്പോൾ ലബ്ബക്കടയുടെ മുഖച്ഛായ തന്നെ മാറുകയും വികസനത്തിന് വഴിതെളിയുകയും ചെയ്യും. ഒപ്പം പഞ്ചായത്തിന് വരുമാനം ലഭിക്കുന്നതിനും കാരണമാകും. 16 വാർഡുകളുള്ള പഞ്ചായത്തിനെ ശ്വാസം മുട്ടിക്കുന്ന കെട്ടിടത്തിന്റെ സൗകര്യക്കുറവ് കണക്കിലെടുത്ത അടിയന്തരമായി അധികൃതർ പുതിയ പഞ്ചായത്ത് കെട്ടിടം പണിയാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. പൂപ്പാറയിൽ വീട് കത്തി നശിച്ചു. തേയിലച്ചെരുവ് പുഞ്ചക്കരിയിൽ ഷിജുവിന്റെ വീടാണ് കത്തി നശിച്ചത്. വീട്ടിൽ ആളുകളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. തീ പടരാനുള്ള കാരണം വ്യക്തമല്ല. ഷിജുവും കുടുംബവും ജോലിക്ക് പോയിരുന്നതിനാൽ തീ പടർന്നത് അറിയാൻ വൈകി. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളുടെ സംയോജിതമായ ഇടപെടലാണ് തീ അണയ്ക്കുവാൻ സഹായിച്ചത്. ഓടിക്കൂടിയ പ്രദേശവാസികൾ ഗ്യാസ് സിലിണ്ടർ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയെല്ലാം പുറത്തെത്തിച്ചത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. ഓടിട്ട വീട് പൂർണ്ണമായും കത്തി നശിച്ചതായി ഷിജു പറഞ്ഞു. ജോലിക്ക് പോയതായിരുന്നു. അയൽക്കാർ വിളിച്ചു പറഞ്ഞാൽ അറിഞ്ഞത്. ഇവിടെ വന്നപ്പോഴത്തേക്കും അയൽക്കാരെല്ലാം തീയലണച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കത്തിപ്പോയായിരുന്നു. ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റുള്ള സാധനങ്ങളെല്ലാം കത്തിപ്പോയി. തീ പടരുവാനുണ്ടായ സാഹചര്യം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം. വില്ലേജ്, പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ നടന്നു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതൊരു രാജ്യത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് വൈദ്യുതോർജ്ജം അനിവാര്യമാണ്. ഈ അടിസ്ഥാനത്തിലൂന്നിയാണ് സമകാലിക ലോകം വിവിധ മേഖലകളിലെ വികസന നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുന്നത്. എല്ലാ സർക്കാരുകളും വൈദ്യുതി രംഗത്തിന്റെ ആസൂത്രണത്തിന് പരമപ്രാധാന്യം നൽകുന്നുണ്ട്. സോളാർ എനർജിയിലേക്ക് മാറുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള നമ്മുടെ കർത്തവ്യവും ചെറിയൊരളവിൽ നിറവേറ്റാനാണ് സെന്റ് ജോൺസ് ഒരുങ്ങുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സെന്റ് ജോൺസിൻ്റെ ഡയറക്ടറെയും ഭരണസമിതിയും എല്ലാം പ്രത്യേകമായി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒന്നാണ് പവർ. നമ്മുടെ വികസന കാഴ്ചപ്പാടുകളോടൊപ്പം ആവശ്യകതയ്ക്കനുസരിച്ച് പവറിൻ്റെ ആവശ്യവും വർദ്ധിച്ചു വരുന്നു. ഊർജ സംരക്ഷണവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം വരും കാലങ്ങളിലേക്ക് സുരക്ഷിതമായ മാനങ്ങൾ തേടിയെത്താൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് കട്ടപ്പനയിൽ സെന്റ് ജോൺസ് ആദ്യമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന് വലിയ രീതിയിൽ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ എൽസോൺ പവർ സൊല്യൂഷൻസ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അത് വിജയകരമായി കമ്മീഷൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതിൽ വലിയ സന്തോഷം തോന്നുകയും. എൽസോൾ പവർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് പദ്ധതി തയ്യാറാക്കിയത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ, കട്ടപ്പന KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി മാത്യു, എൽസോൾ പവർ സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ ടിൻസു മാത്യു എന്നിവർ ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സെന്റ് ജോൺസ് ആശുപത്രി ജനറൽ മാനേജർ ജേക്കബ് കോര, ഡെപ്യൂട്ടി മാനേജർ ജിജോ വർഗീസ്, കോർഡിനേറ്റർ ജോസ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ മർദ്ദിച്ചെന്ന കോൺഗ്രസ് പ്രവർത്തകനെതിരെയുള്ള ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റി. ഹൃദ്രോഗിയായ അഡ്വക്കേറ്റ് KK മനോജ് മാതാവിനെയും കുട്ടി സെക്രട്ടറിയുടെ ക്യാബിനിൽ എത്തിയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ തികച്ചും നാടകീയമാണെന്നും നേതാക്കൾ പറഞ്ഞു. നാടകീയമാണ്. ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരും സെക്രട്ടറിയും ചേർന്ന് മനോജിനെ മർദ്ദിച്ച ശേഷം അവശനായ മനോജിന്റെ പേരിൽ കള്ളക്കേസ് എടുക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ പറഞ്ഞു. പയ്യെ നടക്കുവാനും ചെറിയ രീതിയിൽ സംസാരിക്കുമ്പോൾ കൊഞ്ഞ വരുന്ന ഒരു രീതിയിലേക്കൊക്കെ ഉള്ള അദ്ദേഹം സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു,
നിങ്ങൾ മദ്യപിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നില്ല, നിങ്ങൾ പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്യപിച്ചിട്ടില്ല, എൻ്റെ അസുഖത്തിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തിരിഞ്ഞ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്, ഒരു കുഞ്ഞ പോലെ തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളരെ ഈ പഞ്ചായത്തിലെ ജീവനക്കാർ വരികയും ഇദ്ദേഹത്തെ കയ്യെ പിടിച്ച് ചുറ്റിച്ച് ഇറക്കി വിടുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി. ഇദ്ദേഹത്തിന് ഒരാളുടെ പരസഹായം ഇല്ലാതെ, അമ്മയ്ക്കും തീർത്തും ആവശ്യതയുള്ള അമ്മ, 58 വയസ്സുള്ള അമ്മ, അവരും സ്ട്രോക്ക് വന്ന് അവരും ട്രീറ്റ്മെന്റ് കഴിയില്ല, ഒരാളുടെ സഹായമില്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളടുത്ത് ഇവരെ പിടിച്ച് കയ്യെ പിടിച്ച് ചുറ്റിക്കുകയും പെട്ടെന്ന് തന്നെ ഈ സെക്രട്ടറിയുടെ ക്യാബിൻ അങ്ങ് അടയ്ക്കുകയും ജീവനക്കാർ ഇദ്ദേഹത്തെ വളയുകയും മർദ്ദിക്കുകയുമാണ് ചെയ്തത്. മാതാവിന് അനുവദിച്ച വീടിന്റെ രേഖകളുമായി എത്തിയ മനോജിനെയും മാതാവിനെയും മർദ്ദിച്ച ശേഷം പോലീസിനെ വിളിച്ചു വരുത്തി ജീവനക്കാരും സെക്രട്ടറിയും ചേർന്ന് കേസെടുപ്പിക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനാണ് LDF ശ്രമിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് സാച്ചു കാരക്കുന്നേൽ, നേതാക്കളായ വിജയകുമാർ മറ്റക്കര, സുബി കുന്തളായി, ടോമി തെങ്ങുംപള്ളി, ജെയ്സൺ കെ ആന്റണി എന്നിവർ പങ്കെടുത്തു. അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനാഘോഷം 28-ന് രാവിലെ 10-ന് കട്ടപ്പന അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായാണ് ആഘോഷ പരിപാടികൾ നടക്കുക. പരിപാടി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ നവോത്ഥാന മണ്ഡലത്തിൽ ഏറ്റവും അധികം സംഭാവന നൽകിയ വ്യക്തിത്വമാണ് അയ്യങ്കാളി. 1863 ഓഗസ്റ്റ് 28-ന് വേങ്ങാനൂരിൽ ജനിച്ച അയ്യങ്കാളി ജാതീയമായ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ച ദളിത വിഭാഗങ്ങളുടെ വിമോചനത്തിനായി പോരാടി. കേരളത്തിൽ പൊതുവഴി, പൊതുസ്കൂൾ, പൊതു ഇടം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനാഘോഷം 28-ാം തീയതി രാവിലെ 10 മണിക്ക് കട്ടപ്പന അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായി നടക്കുന്ന ചടങ്ങുകൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനം 28-ാം തീയതി രാവിലെ 10 മണിക്ക് അംബേദ്കർ അയ്യങ്കാളി നഗറിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കേരളത്തിലെ നവോത്ഥാന മണ്ഡലത്തിൽ ഇത്രയേറെ പ്രവർത്തന മികവ് കാട്ടിയ ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. അദ്ദേഹം പൊതു ആവശ്യം എന്നുള്ളൊരു നിലപാടിന് വേണ്ടിയാണ് എന്നും നിലകൊണ്ടത്. ഒരുപക്ഷെ കേരള സംസ്ഥാനം പോലും പൊതു ഇടം, പൊതുവഴി, പൊതു സ്കൂള് എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന് പൊതുവായ ഒരിടം വേണമെന്ന് വാദിക്കുകയും അതിലൂടെ കേരളത്തിൽ ആദ്യമായി ഒരു വലിയ കാർഷിക സമരവും, കേരളത്തിൽ ആദ്യമായി പൊതു ഇടത്തിലൂടെ അവർണർക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തി വില്ലുവണ്ടി യാത്ര ഉൾപ്പെടെ നടത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് തെളിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മഹാത്മാ എന്ന് പിന്നീട് രാജ്യം അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പ്രജാസഭയിൽ ഉൾപ്പെടുത്തുകയും അദ്ദേഹം വലിയ ഒരു ഹീറോയായി കേരളത്തിലെ നവോത്ഥാനത്തിൽ നിലകൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ 161ാമത് ജന്മദിനമാണ് കട്ടപ്പനയിൽ നടത്തപ്പെടുന്നത്. ബഹുമാന്യായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർ ഈ ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ പ്രശാന്ത് രാജു അധ്യക്ഷത വഹിക്കും. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം സന്ദേശം നൽകും. കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരിയും നഗരസഭാ കൗൺസിലറുമായ ബിനു കേശവൻ മുഖ്യപ്രഭാഷണം നടത്തും. KSS ജില്ലാ സെക്രട്ടറി KR രാജൻ, KVMS താലൂക്ക് വൈസ് പ്രസിഡന്റ് MK നാരായണൻ, കല്ലാർ ആചാര്യഭവൻ സെക്രട്ടറി സുരേഷ് കൂത്രപ്പള്ളി, കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VS ശശി തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രശാന്ത് രാജു, VS ശശി, KR രാജൻ, രാജു AK, MK നാരായണൻ, രാജീവ് രാജു, സുരേഷ് കൂത്രപ്പള്ളി, ബാബു KA തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്ക് ഓണസമ്മാനമായി സ്നേഹഭവനങ്ങൾ ഒരുക്കി ലിൻസി ജോർജ് എന്ന അധ്യാപിക. ആദ്യ വീടിന്റെ തറക്കല്ലിടിയിൽ കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു നിർവഹിച്ചു. സർക്കാരിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ ഭവനങ്ങൾ ലഭിക്കാത്ത നിർധനരായ ആളുകളെ കണ്ടെത്തിയാണ് ഇത്തരത്തിലുള്ള സ്നേഹഭവനങ്ങൾ മുരിക്കാട്ടുകുടി സ്കൂളിലെ പ്രൈമറി അധ്യാപികയായ ലിൻസി ജോർജ് നിർമ്മിച്ചു നൽകുന്നത്. 4 വീടുകളിൽ ആദ്യത്തെ വീടിന്റെ തറക്കല്ലിടിയിൽ കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു നിർവഹിച്ചു. ഈ വീട് പണികൾ എങ്ങനെയാണ് 4-5 ലക്ഷം രൂപ വേണ്ടി വരും. ഈ 4-5 ലക്ഷം രൂപ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പലയിടത്ത് കൈ നീട്ടുമ്പോൾ അതിൽ പല ആളുകളും നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ, അതൊക്കെ ഗവൺമെൻറ് കൊടുക്കുകയില്ലേ എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ സമൂഹത്തിൽ സമ്പത്തും കഴിവുള്ള നല്ലവരായ ആളുകൾ
ശരി എൻ്റെ വകയായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തേക്കാം എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ വീടില്ലാത്തവരെ സംബന്ധിച്ച് ഒരു സ്വർഗം ലഭിക്കുന്ന സ്ഥിതിയാണ് ഇവർക്ക് ഈ വീട് പണിത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ടീച്ചറെയും അവിടുത്തെ മറ്റ് അധ്യാപകരെയും അവിടുത്തെ PTA പ്രസിഡൻ്റെയും പ്രിൻസിപ്പളെയും എല്ലാം ഈ അവസരത്തിൽ അനുമോദിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഭവന സന്ദർശന സമയത്തെത്തിയപ്പോഴാണ് മഴ പെയ്ത് ചോർന്നൊലിക്കുന്ന കുടിലിലെ നിർധന കുടുംബത്തിന്റെ അവസ്ഥ ലിൻസി ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഭവന നിർമ്മാണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകാമെന്ന് ഉറപ്പു നൽകി. ഇത്തരത്തിൽ 6 വീടുകളാണ് നിർധനരായ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ അധ്യാപിക നിർമ്മിച്ചു നൽകുന്നത്. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമും NSSഉം PTA അംഗങ്ങളും സഹായഹസ്തവുമായി തങ്ങൾക്കൊപ്പമുണ്ടെന്ന് ലിൻസി ടീച്ചർ പറയുന്നു. വളരെയധികം ദയനീയമായ അവസ്ഥയായിരുന്നു. വലിയൊരു കാറ്റോ മഴയോ വന്നിട്ടുണ്ടെങ്കിൽ നിലം പൊന്താവുന്ന അവസ്ഥയിലായിരുന്നു ഈ വീടുകൾ. ഇത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. സുമൻസുകളുടെ സഹായത്തോടെ 2 വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ആണ് ഇന്ന് നടന്നത്. നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നോ അതുപോലെ ഇതര ഏജൻസികളിൽ നിന്നൊന്നും സഹായം കിട്ടാത്ത വീടുകളാണ് ഇപ്പം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പരിപാടിയിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശ ആന്റണി, ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ, പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ഷിനു മാനുവൽ, അധ്യാപകരായ ലിനു ജോസ്, TC വിജി, KR വിദ്യ എന്നിവർ പങ്കെടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിനെതിരെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയക്കാരുടെ കൂട്ടുപിടിച്ച് പ്രവർത്തിക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ. നാളിതുവരെ പഞ്ചായത്തിൽ പൊതുജനങ്ങൾക്കും ഓഫീസ് ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും ഒരു ശൗചാലയം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ടോയ്ലറ്റ് സമുച്ചയം പണി കഴിപ്പിച്ചത്. ഈ ടോയ്ലറ്റും പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് പൂർത്തിയാക്കിയത്. ഇക്കാര്യം വളച്ചൊടിച്ച് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ചില ജനപ്രതിനിധികൾ നടത്തുന്നതെന്നും സുരേഷ് കുഴിക്കാട്ടിൽ ആരോപിച്ചു. 1991 സ്ഥാപിച്ച ഒരു ഓഫീസിലാണ് ഇപ്പോഴും പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത്. ഏകദേശം 10 വനിതാ മെമ്പർമാരും 14 വനിതാ ജീവനക്കാരും ഉള്ള ഓഫീസിൽ നാളിതുവരെ ഒരു ടോയ്ലറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് പൊതുജനങ്ങൾക്കും ഈ ഓഫീസിലെ അംഗങ്ങൾക്കും എല്ലാം ഉപയോഗിക്കുന്ന രീതിയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്താണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ഒരു ശൗചാലയ സമുച്ചയം പണിയുന്നതിന് വേണ്ടി അനുമതി നൽകുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അത് ഓഫീസിലെ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. അവിടെ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ജീവനക്കാർക്കും മെമ്പർമാർക്കും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണ് ആ കെട്ടിടം പണിതിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ജനപ്രതിനിധികളടങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അനാവശ്യ വിവാദങ്ങളുമായിട്ടാണ് മുന്നിൽ വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഇത്തരം സാഹചര്യങ്ങൾ എന്നാണ് എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പറയാനുള്ളത്. മുഴുവനും ബ്ലോക്ക് പഞ്ചായത്താണ് നിർവഹിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പണിത് പഞ്ചായത്തിന് കൈമാറിയിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിർമ്മിച്ചതിൽ ബ്ലോക്ക് പഞ്ചായത്തിന് നല്ല പങ്കുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് ജനപ്രതിനിധികളുമാണ്. എന്നിരിക്കെ അനാവശ്യമായി വിവാദങ്ങൾ ഉൾപ്പെടുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളും ചില ജനപ്രതിനിധികളും ശ്രമിക്കുന്നത്. വയനാടിന്റെ പുനരധിവാസത്തിന്റെ ഭാഗമായി വീടുകൾ നിർമ്മിക്കാൻ തുക കണ്ടെത്തുന്നതിനായി DYFE ബിരിയാണി ചലഞ്ച് നടത്തി. കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ ബിരിയാണി ചലഞ്ച് പൊതുജനം ഏറ്റെടുത്തു. രാവിലെ മുതൽ കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും ബിരിയാണി വിതരണം ചെയ്തു. ധനസമാഹരണത്തിനായി DYFEയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. പാഴ്വസ്തുക്കൾ ശേഖരിച്ചും ചക്കകൾ വിളവെടുത്തും വിറ്റാണ് തുക കണ്ടെത്തുന്നത്. DYFEയുടെ ഉദ്യമനത്തിന് പൊതുജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചു. DYFEയുടെ നേതൃത്വത്തിൽ റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി DYFE നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ പണ സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത്. ബിരിയാണി ചലഞ്ചുമായി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ 2 കൈകളും നീട്ടിക്കൊണ്ട് ഞങ്ങളെ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ക്യാമ്പയിൻ നമ്മുടെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ക്യാമ്പയിനിൽ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറയുകയാണ്. ഈ അവസരത്തിൽ DYFE നാട്ടിലാകമാൻ ചക്ക വിറ്റും ആക്രി പറക്കിയും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ജോലികൾ ചെയ്തും അതിൻ്റെ വേതനം നൽകിയുമാണ് DYFE വീട് നിർമ്മിച്ചു നൽകുന്നത്. DYFE ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ, പ്രസിഡന്റ് ജോബി എബ്രഹാം, നേതാക്കളായ ടോമി ജോർജ്, KP സുമോദ്, പൊന്നമ്മ സുഗതൻ, നിയാസ് അബു തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി അടിമാലിയിൽ ഒരു വീട്ടമ്മ. ദുരിതബാധിതർക്ക് DYFE സംസ്ഥാന കമ്മിറ്റി വെച്ച് നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കായിട്ടാണ് വീട്ടമ്മ തന്റെ 1/2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമോതിരം നൽകിയത്. അടിമാലി ചാറ്റുപാറ ഗ്യാസ്പടി സ്വദേശിനിയായ ശാന്തമ്മയാണ് കരുതലിന്റെ മറ്റൊരു മാതൃക തീർക്കുന്നത്.
ഉരുൾക്കവർന്ന വയനാടിന് വേണ്ടി നാടൊന്നിക്കുകയാണ്. സഹാനുഭൂതിയോടെയും കരുതലിന്റെയും ഒക്കെ നിരവധി വാർത്തകൾ ഇതിനോടകം കണ്ടുകഴിഞ്ഞു. ദുരന്തം തളർത്തിയവരെ കൈപിടിച്ചു നടത്താൻ കൈകോർത്തവരിൽ ഒരാളായി മാറുകയാണ് അടിമാലി ചാറ്റുപാറ ഗ്യാസ്പടി സ്വദേശിനിയായ ശാന്തമ്മ. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ള റീബിൽഡ് വയനാട് സഹായ പദ്ധതിയിലൂടെ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പ്രവർത്തനങ്ങളിലേക്കായിട്ടാണ് ഈ വീട്ടമ്മ തന്റെ അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണമോതിരം മടിയൊന്നുമില്ലാതെ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ മണ്ണിൽ അത്ഭുതപൂർവമായിട്ടുള്ള ജനപിന്തുണയാണ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതിനോടൊപ്പം ഈ നാടിൻ്റെ യുവത ചായക്കട നടത്തിയും അതോടൊപ്പം തന്നെ ചക്ക പറിച്ച് വിൽപ്പന നടത്തിയും അതോടൊപ്പം ചക്ക പറിച്ച് വറുത്തു കൊടുത്തുകൊണ്ടും കപ്പ കച്ചവടം നടത്തിയും പച്ചക്കറി കിറ്റ് വിൽപ്പന നടത്തിയും തെരുവിനകത്ത് ഏതൊക്കെ നിലക്കാണ് തങ്ങളുടെ സഹജീവികളെ സഹായിക്കാൻ കഴിയുന്നത് ആ നിലയ്ക്കെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോട് ഈ നാട്ടിലെ ജനങ്ങൾ വലിയ രൂപത്തിൽ ഉള്ള പ്രതികരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടീച്ചർ തൻ്റെ സമ്പാദ്യമായി കരുതി വെച്ചിരുന്ന ഒരു മോതിരം തൻ്റെ സഹജീവികൾക്ക് വേണ്ടി, അവർക്ക് വീട് പണിയുന്നതിന്, അവരുടെ ജീവിതത്തെ തിരികെ നൽകുന്നതിന് വേണ്ടി നൽകി എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. ചാറ്റുപാറ ഗ്യാസ്പടിയിലെ കൊച്ചു ചായക്കടയാണ് ശാന്തമ്മയുടെയും ഭർത്താവ് ജോസിന്റെയും വരുമാന മാർഗം. ഒറ്റ രാത്രി കൊണ്ട് ഒന്നുമില്ലാതായി തീർന്ന ഒരു പറ്റം ആളുകളുടെ ദുരിതം ഉള്ളുപൊള്ളിച്ചതോടെയാണ് വയനാടിനായി തന്നാലാവുന്ന ഒരു സഹായം നൽകുവാൻ ശാന്തമ്മ തീരുമാനിച്ചത്. വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു മോതിരം കൊടുത്തതിൽ എനിക്ക് ഒരു വിഷമത്തോടു കൂടിയല്ല ഞാൻ കൊടുത്തത്, നല്ല സന്തോഷത്തോടു കൂടി എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് കൊടുത്തത്. സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് അതിൽ നല്ല ആത്മാഭിമാനമുണ്ട്. ഇനിയും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷും അടിമാലി വെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരുമെത്തി ശാന്തമ്മയിൽ നിന്നും സ്വർണ്ണമോതിരം ഏറ്റുവാങ്ങി. ഹെഡ്ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് യൂണിയൻ CITU കട്ടപ്പന 20 ഏക്കർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയനാടിനായി സമാഹരിച്ച തുക കൈമാറി. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി തുക ഏറ്റുവാങ്ങി. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ തകർന്ന ഒരു ഗ്രാമത്തെ കൈപിടിച്ചുയർത്താൻ ഹെഡ്ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് യൂണിയൻ CITU 20 ഏക്കർ യൂണിറ്റിലെ 9 തൊഴിലാളികളാണ് അവരുടെ വരുമാനം നീക്കിവെച്ചത്. ചെറിയ വരുമാനത്തിൽ ഉപജീവനം നടത്തുന്ന ഇവർ ഒരാഴ്ചത്തെ വരുമാനമാണ് നീക്കിവെച്ചത്. ഇങ്ങനെ സമാഹരിച്ച 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. CPIM ഏരിയ സെക്രട്ടറി VR സജി തുക ഏറ്റുവാങ്ങി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനം. 10 തൊഴിലാളികൾ താഴെയുള്ള യൂണിറ്റ് 25,000 രൂപ അവരുടെ ഒരു മാസം വെറും ചെറിയ വേതനമുള്ള ഈ നാട്ടിൽ അവരതിൽ നിന്നും സംഭരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ്. യൂണിറ്റ് കൺവീനർ VCCB S അനീഷ്, S സനു, A അനിൽ, വിനു തോമസ്, ദീപുമോൻ ഗോപി, ഷാരോൺ ജോയ് എന്നിവർ നേതൃത്വം വഹിച്ചു. കട്ടപ്പന സബ് ജില്ലാ വോളിബോൾ ടൂർണമെന്റ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സബ് ജില്ലാ സ്കൂൾ കായികമേളയിലെ വോളിബോൾ ടൂർണമെന്റാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും പഞ്ചായത്ത് ഗ്രൗണ്ടിലുമായി നടത്തിയത്. വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി കായിക താരങ്ങൾ പങ്കെടുത്ത ടൂർണമെന്റ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വോളിബോൾ നമ്മുടെ ജീവിതത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കായിക വിനോദമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ തർക്കമോ സംശയമോ ഒന്നുമില്ല. ഏത് പ്രദേശത്ത് ചെല്ലുമ്പോഴും ഹൈറേഞ്ചിൽ ഒരു വോളിബോൾ കോർട്ടും അതിനോട് ചുറ്റി ആളുകളും കളിക്കാരും ഒക്കെ അടങ്ങുന്ന ഓർമ്മകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒക്കെ ആ നാട്ടിലേക്ക് കുടിയേറിയിൽ എവിടേക്ക് കുടിയേറി വന്ന മുഴുവൻ ആളുകളും ഏതെങ്കിലുമൊക്കെ സമയത്ത് വോളിബോൾ താരങ്ങളായിട്ട് തന്നെയാണ് അറിയപ്പെടുകയും ഇല്ല ഒരു വോളിബോൾ കളിക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിലും ജൂനിയർ ഗേൾസ് വിഭാഗത്തിലും തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം നേടി. ജൂനിയർ ബോയ്സിൽ സെന്റ് ജെറോംസ് വെള്ളയാങ്കുടിയും സീനിയർ ഗേൾസിൽ ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും വിജയിച്ചു. മികച്ച താരങ്ങളെ ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുത്തു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോസ് മാറാട്ടിൽ, സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ്, PTA പ്രസിഡന്റ് ജോയി കാട്ടുപാലം തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന സബ് ജില്ലാ സ്പോർട്സ് സെക്രട്ടറി ജോയി, കായിക അധ്യാപകൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
രാജാക്കാട് പഴയവിടുതി ഗവൺമെന്റ് UP സ്കൂളിന് ഓണസമ്മാനങ്ങളുമായി രാജാക്കാട് റോട്ടറി ക്ലബ് 2024-25 വർഷത്തെ സേവന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് റോട്ടറി ക്ലബ് അംഗങ്ങൾ സ്കൂൾ അങ്കണത്തിലെത്തിയത്. പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് ബുക്ക് ഷെൽഫ് എത്തിച്ചു നൽകി. പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ക്ലബ് പ്രസിഡന്റ് മനോജ് ഫിലിപ്പ് നിർവഹിച്ചു. 2022 രാജാക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച റോട്ടറി ക്ലബ് ഇതിനോടകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ചികിത്സാ സഹായം, പഠനോപകരണങ്ങളുടെ വിതരണം, ആരൂരുമില്ലാത്ത കരുണാഭവനിലെ അശരണർക്കുള്ള സഹായങ്ങൾ തുടങ്ങി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. 2024-25 വർഷത്തെ സേവന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് പഴയവിടുതി ഗവൺമെന്റ് UP സ്കൂളിലെ ലൈബ്രറിയിലേക്ക് ബുക്ക് ഷെൽഫ് എത്തിച്ചു നൽകിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് മനോജ് ഫിലിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾക്കെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പറയും നന്നായിട്ട് പഠിക്കുക. അതാണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഗുരുക്കന്മാരെയാണ് ശരിക്കും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത്. അപ്പം അതെല്ലാം നിങ്ങൾക്ക് നിശ്ചിതമായ കാര്യങ്ങളാണ്. പിന്നെ റോട്ടറി ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1905 ചിക്കാഗോയിലുള്ള പോൾ ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ സെൽഫ് എബോവ് സർവീസ് സെൽഫ് എബോവ് എന്നൊരു ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായി മനസ്സിൽ രൂപം കൊണ്ട ഒരു സേവന സന്നദ്ധ സംഘടനയാണ് റോട്ടറി ക്ലബ്. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയും ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തു. വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ചടങ്ങിൽ PTA പ്രസിഡന്റ് US സുരേഷ്, പ്രധാന അധ്യാപകൻ AS ആസാദ്, റോട്ടറി ക്ലബ് GGR ഷാജി ചുള്ളിക്കാട്ട്, സെക്രട്ടറി KG രാജേഷ്, ട്രഷറർ നസീർ ഇബ്രാഹിം, മർച്ചന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് VS ബിജു, ക്ലബ് അംഗങ്ങൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കിണറ്റിൽ വീണ നായയ്ക്ക് രക്ഷകരായി കട്ടപ്പന ഫയർഫോഴ്സ്. കട്ടപ്പന റേഷൻ കട കുന്തളംപാറയിൽ തോട്ടത്തിൽ ഫ്രാൻസിസിന്റെ വീടിനോട് ചേർന്നുള്ള കിണറ്റിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ നായ വീണത്. കിണറ്റിൽ നിന്ന് നായയുടെ കരച്ചിൽ കേട്ടാണ് ഫ്രാൻസിസ് സ്ഥലത്തെത്തിയത്. ഉടൻ തന്നെ കട്ടപ്പന ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. 10 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി നായയെ പുറത്തെത്തിച്ചു. അങ്ങോട്ട് വലിക്കും, അങ്ങോട്ട് വലിക്കും. ഫയർഫോഴ്സിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഫ്രാൻസിസ് പറഞ്ഞു. ഏകദേശം 9 മണിയോടുകൂടി പുറത്തുനിന്ന് വളരെ പട്ടി കയറുന്ന ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ പട്ടിയായിരിക്കും ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ പട്ടിയുടെ സൗണ്ട് കേട്ട് പുറത്തിറങ്ങി വന്നപ്പോഴാണ് കിണറ്റിൽ പട്ടി ചാടിയതായിട്ട് മനസ്സിലാക്കിയത്. പട്ടി കിണറ്റിൽ ഒരു കയറ്, മോട്ടറിൻ്റെ ഒരു കയറ് പോയിട്ടുണ്ടായിരുന്നു. ആ കയറിൽ തൂങ്ങിക്കിടക്കുമായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് ടീം പാഞ്ഞെത്തി. അവരുടെ പെട്ടെന്നുള്ള നടപടി കാരണം പട്ടിയെ രക്ഷിക്കാൻ സാധിച്ചു. ഒത്തിരി നന്ദിയുണ്ട്. ഫയർഫോഴ്സ് പെട്ടെന്ന് ഓടി വരികയാനും ഇതിൽ പെട്ടെന്ന് ഇടപെടാനും സാധിച്ചതിൽ. പുറത്തെത്തിയ ഉടനെ ഓടിപ്പോകാതെ തന്റെ ജീവൻ രക്ഷിച്ച ഫയർഫോഴ്സ് സംഘത്തോട് ചേർന്ന് നിന്ന് നന്ദി അറിയിച്ച ശേഷമാണ് നായ മടങ്ങിയത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വഴിയരികിൽ മാലിന്യം തള്ളുന്നവർക്ക് ബോധവൽക്കരണവുമായി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിലെ കുരുന്നുകൾ. സ്കൂളിലേക്ക് പോകും വഴിയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെയും പരിസര മലിനീകരണത്തിനെതിരെയുമാണ് സ്കൂളിലെ സുരക്ഷാ ക്ലബ് അംഗങ്ങളായ കുരുന്നുകൾ രംഗത്തിറങ്ങിയത്. ഇതോടെ ഇവിടെയുള്ള മാലിന്യ നിക്ഷേപത്തിനും പരിസര മലിനീകരണത്തിനുമെതിരെ നടപടിയെടുക്കുമെന്ന് അധികൃതർ കുരുന്നുകൾക്ക് ഉറപ്പ് നൽകി. വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് ആറ്റോരം റോഡിൽ ഗവൺമെന്റ് LP സ്കൂളിലേക്ക് പോകുന്ന ഭാഗത്തെ മാലിന്യ നിക്ഷേപം പൊതുജനങ്ങൾക്കുൾപ്പെടെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇതിനെതിരെ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഗവൺമെന്റ് LP സ്കൂളിലെ സുരക്ഷാ ക്ലബ് കുരുന്നുകൾ രംഗത്തെത്തിയത്. മാലിന്യ വിമുക്ത കേരളത്തിനായി കേരള ജനത ഒന്നിച്ചൊന്നായി പ്രവർത്തിക്കുമ്പോൾ അതൊന്നും വകവെക്കാതെ ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പ്രദേശത്ത്
താമസിക്കുന്ന ജനങ്ങൾക്കും ഈ പ്രദേശത്ത് അധിവസിക്കുന്ന വീട്ടുകാർക്കും വീട്ടമ്മമാർക്കും നിരന്തരം ശല്യം ഏർപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഈ പ്രദേശം ഇതുവഴി കടന്നുപോകുന്ന നൂറുകണക്കിന് ആയിട്ടുള്ള കുട്ടികൾ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആ നൂറുകണക്കിന് കുട്ടികൾ ഇതുവഴിയാണ് കാൽനടയായി നടന്നു ചെല്ലുന്നത്. അതുപോലെ തന്നെ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കുരുന്നുകൾ രംഗത്തെത്തിയത്. മാലിന്യ നിക്ഷേപത്തിനും പരിസര മലിനീകരണത്തിനുമെതിരെ കുരുന്നുകൾ രംഗത്തെത്തിയതോടെ ഇവർക്ക് പിന്തുണയറിയിച്ച വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്ഥലത്തെത്തുകയും മാലിന്യ നിക്ഷേപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. വെള്ളത്തിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് 2 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്ന കടുത്ത കുറ്റമാണ്. ഇവിടെ അങ്ങനെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെയും പഞ്ചായത്തിന്റെയും അതുപോലെ പൊതുസമൂഹത്തിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സഹകരണത്തോടെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും എത്തിച്ച് പെരിയാറിനെ മറ്റൊരു ഗൗരവമായ കാര്യം പെരിയാറിനെ മാലിന്യമുക്തമാക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമില്ല. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഒക്കെ സജീവമായ പരിഗണനയിലുള്ളൊരു വിഷയമാണ്. അതുപോലെ സംസ്ഥാന സർക്കാർ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി നടപ്പിലാക്കുന്ന ഒരു കാര്യം മാർച്ച് 30 ഈ വരുന്ന 2025 മാർച്ച് 30 നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായി നമ്മൾ കേരളം മുഴുവൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിലൊരു വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. കൂടാതെ മാലിന്യ നിക്ഷേപം തടയുന്നതിനായി ഇവിടെ കുരുന്നുകൾ ബോർഡും സ്ഥാപിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 176, വിൽപ്പനയ്ക്ക് വന്നത് 41,761, വിൽപ്പന നടന്നത് 40,120. കൂടിയ വില 2,562, ശരാശരി വില 2,117. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 640 രൂപ, ഏലം കൂടിയ വില 2,050, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,660 രൂപ, വെള്ളി 91. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പന കല്യാണത്തണ്ടിലെ കയ്യേറ്റം ഒഴിപ്പിച്ചതിന്റെ പേരിൽ അവിടുത്തെ താമസക്കാർ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന യാതൊരു നടപടിയും LDF സർക്കാർ ചെയ്യില്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ 28-ന് തിരുവനന്തപുരത്ത് യോഗം ചേരാൻ തീരുമാനിച്ചതെന്നും റോഷി അഗസ്റ്റിൻ. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലേത്തിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ ഇരയുടെ കുടുംബത്തിന് സർക്കാർ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയതായി ഡീൻ കുര്യാക്കോസ് MP. മൂലമറ്റത്ത് ചേലാകർമ്മത്തെ തുടർന്ന് രക്തം വാർന്ന നവജാത ശിശു മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കാഞ്ഞാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പേരാമംഗലം സ്വദേശി ഇബ്രാഹിം, സഹായി റിഷാദ് എന്നിവരെ. മരിച്ചത് കാഞ്ഞാറിലെ ഒരു കുടുംബത്തിലെ 67 ദിവസം പ്രായമുള്ള ഇരട്ടക്കുട്ടികളിൽ ഒരാൾ. 1991 നിർമ്മിച്ച കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കെട്ടിടം പുതുക്കി നിർമ്മിക്കാൻ നടപടിയില്ല. പഞ്ചായത്ത് നിലവിൽ പ്രവർത്തിക്കുന്നത് 3 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള കെട്ടിടത്തിൽ. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു സ്ഥലത്ത് ഓഫീസ് അടക്കമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ നിരവധി തവണ നബാർഡിനെ സമീപിച്ചിട്ടും നടപടിയില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.